ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുടയും കൂടെ മേടിക്കാനുണ്ട്, സാധനം മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിട്ട് തന്നെയാണ് സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫാത്തിമയിലായിട്ടാണ് കേട്ടോ കയറിയത്. എനിക്ക് കുട മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുട മേടിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ കുഞ്ഞിന് കുറച്ച് ടോയ്സും കൂടെ മേടിക്കണ്ടേ. കുറേ കുട നോക്കി കേട്ടോ. ലാസ്റ്റ് ഞാൻ ഈ പോപ്പീസിൻ്റെ ഒരു കുടയാണ് എടുത്തത്. അത് നല്ല പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് കേട്ടോ തൗഫീഖണ്ണൻ. ഞങ്ങൾക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ ഞങ്ങള് കുഞ്ഞിന് കുറച്ച് ടോയ്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ, സ്കൂൾ തുറക്കുന്ന സമയത്ത് ബുക്കിനും ബോക്സിനും ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നേ. മാത്രമല്ല ഇവിടെ ഫ്രൈംസ്, മേക്കപ്പ് സാധനങ്ങള്, കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങള്, ബുക്ക്, പേന, പെൻസിൽ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കേട്ടോ. ഞാൻ സ്കൂളത്തേക്കുള്ള വാട്ടർ ബോട്ടിലൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ബോട്ടിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുട പിടിച്ചോണ്ട് കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് തുമ്മി എറിഞ്ഞ് കുട എന്ന് ഊത്ത് കാണിക്കാൻ വേണ്ടി. അപ്പം ഞാൻ നൂത്തതാണ് ഗൈസ്, കണ്ടോ. നല്ല പൂവൊക്കെ ഉള്ളൊരു കുടയാണ്. നമ്മൾ തുറക്കുമ്പോൾ ഇങ്ങനെ പൂ ചാടി വരുന്ന കൂട്ടാണ് കേട്ടോ എനിക്ക്. പിന്നെ അല്ല അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുഞ്ഞുള്ള കളിപ്പാട്ടം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പാട്ട് പാടുന്ന സൗണ്ട് കേൾക്കുന്ന കളിപ്പാട്ടമൊക്കെ നോക്കി. പിന്നെ നമ്മളിങ്ങനെ കുലുക്കുന്ന കളിപ്പാട്ട്, കുലുക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന കളിപ്പാട്ടുണ്ടല്ലോ, ആ ഒരെണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒന്നും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുഞ്ഞു കുടകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് മേടിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ബാഗിന് സ്പേസ് പോലും ആവശ്യം ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഉള്ള സാധനം മടക്കുമ്പോൾ ഇച്ചിരി ഉള്ളതും തുറക്കുമ്പോൾ വലുതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കൈ കിട്ടിയ കുട എടുത്തു. എൻ്റെ മുടിയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്, കൊള്ളാവോ? എൻ്റെ ഉമ്മ കെട്ടി തന്നെയാണ് കേട്ടോ. എനിക്കിങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടാവില്ല ഐഡൻറ്റി കാർഡിനെ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുടി കെട്ടിക്കൊണ്ട് പോകാറ്. ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു മിറർ വേണം. മറ്റേ ഇങ്ങനെ തുറക്കുന്ന മിറർ ഉണ്ടാവില്ല ചെറുത്, അത് വേണം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഉമ്മ പറഞ്ഞു അത് എടുക്കേണ്ടത്. പിന്നെ എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ എടുക്കേണ്ടത് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സ് കടയിലോട്ട് പോയി കേട്ടോ. ചെന്നപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടതെന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. എൻ്റെ ഉമ്മിക്കൊന്നും ഡ്രാഗൺ ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ എപ്പോഴും മേടിക്കണം എന്ന് പറയും, പക്ഷേ എപ്പോഴും ഒന്നും മേടിച്ച് തരാറില്ലേ. പിന്നെ ഞങ്ങൾ കുഞ്ഞിന് കുറച്ച് ആപ്പിളും അവക്കാഡോ സാധനങ്ങളൊക്കെ മേടിക്കണ്ടായിരുന്നു. ഞാൻ അതും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലേസും കുർക്കുടയും മിഠായിയൊക്കെ തൂക്കിയിട്ടുണ്ടാവുമല്ലോ. എനിക്കിത് മേടിച്ചു തരുമോ, ഇത് മേടിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ അമ്മമ്മ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള അടുത്തായിട്ട് വീണ്ടും വരാം.